ബാബുരാജേട്ടന്റെ ശബ്ദമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ ഏറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു കിടക്കുന്നവരെ ഞങ്ങൾ കായികപരമായും നിയമപരമായും നേരിടും. എന്റെ പൊന്നെ, സൂപ്പർ. താങ്ക് യു. ഇപ്പൊ എന്തായാലും രണ്ടുപേരും റെഡി ആയിട്ടുണ്ടാവും അവിടെ. എന്തിനാന്നറിയോ? കെട്ടാൻ. ആ, രണ്ടുപേരും റെഡിയാ. അല്ല, 2 സ്റ്റാറുകൾ അവിടെ മിന്നിക്കഴിഞ്ഞ് വീടുകളിൽ കേട്ടോ. ശരി, അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞാണോ? ഓ, അതുകൊണ്ട് എനിക്ക് ഗേൾസ് ഒന്നും വേണ്ട. ശരി, കൊച്ചുണ്ട്. ആണ്. അപ്പൊ ഫാൻസ് കൂടിക്കോട്ടെ. ഓ, കുഴപ്പമില്ല. ഓക്കെ, കേക്കട്ടെ എന്താണ്. ഞാൻ എന്ന് നിന്നെ മൊയ്തീൻ എന്ന സിനിമയില് നമ്മുടെ പ്രേം നസീർ സാർ ആ ഒരു ഡയലോഗ് പ്രേം നസീർ സാർ പറഞ്ഞ എങ്ങനെ ഇരിക്കും നോക്കാം. ഓ, ഞങ്ങളുടെ പഴയ തിരുമറി ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. ആയിക്കോട്ടെ, കേക്കാം. തീപ്പൊടിയോടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല. അതിനി എത്ര കടവത്ത് ഏതൊക്കെ തോണിക്കാരെ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സത്യം സത്യം അപ്പടി ചിഞ്ചിനാക്കടി. നമുക്ക് ഇതിന് മത്സരമായിട്ട് പോവാം. ചേട്ടാ, ആർ യു റെഡി? റെഡി തന്നെ. നമ്മൾ ഇനി എന്താണ് അടുത്ത വോയിസ് കേൾക്കാൻ? അടുത്തായിട്ട് ഞാൻ സിദ്ദിഖ് ലാൽ സാറിന്റെ ശബ്ദം. എല്ലാം റഫാ അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ, കേക്കാം. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോ റെയിൽവേ സ്റ്റേഷൻ ഉറക്കി കിടത്തിയിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോയ സ്ത്രീയാ എൻ്റെ അമ്മ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ മരിച്ചത് കേട്ടാ സങ്കടമല്ല, ചിരിയാ വരിക. ചാച്ചാജി, ഡൽഹിയിലുള്ളൊരു സാമ്രാജ്യവും പഞ്ചാബിലുള്ളൊരു സ്വത്തുക്കൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പെങ്ങളെ മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല ചാച്ചാജി. അങ്ങനെ വലിച്ചെറിയാൻ മാത്രം എനിക്ക് വലിയ ഭാരമൊന്നുമല്ല അവള്. അടിപൊളി. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നു, എന്താ അറിയോ? പണ്ട് ഇതുപോലെ റഫായിട്ട് നിന്നോണ്ടാന്ന് തോന്നുന്നു പണ്ട് പെണ്ണൊന്നും കിട്ടാണ്ടിരുന്നത്. ആണോ? പണ്ട് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരുന്നു.